ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 14-ാം അധ്യായം. ഒരു ദിവസം ശൗലിൻ്റെ മകൻ യോനാഥാൻ തൻ്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നാം അങ്ങോട്ട് ഫെലിസ്ത്യരുടെ പട്ടാളത്തിൻ്റെ നേരെ ചെല്ലുക എന്ന് പറഞ്ഞു. അവൻ അപ്പനോട് പറഞ്ഞില്ല താനും. ശൗൽ ഗിബയുടെ അതിരിങ്കൽ മിഗ്രോനിലെ മാതാള നാരകത്തിന് കീഴിൽ ഇരിക്കുകയായിരുന്നു. അവനോടുകൂടെ ഉണ്ടായിരുന്ന പടജനം ഏകദേശം 600 പേർ. ഷീലോവിൽ യഹോവയുടെ പുരോഹിതനായിരുന്ന ഏലിയുടെ മകനായ ഫീനെഹാസിൻ്റെ മകനായ ഈഖബോദിൻ്റെ സഹോദരനായ അഹീത്തൂബിൻ്റെ മകൻ അഹിയാവ് ആയിരുന്നു അന്നു ഏഫോദ് ധരിച്ചിരുന്നത്. യോനാഥാൻ പോയത് ജനം അറിഞ്ഞില്ല. യോനാഥാൻ ഫെലിസ്ത്യരുടെ പട്ടാളത്തിന് നേരെ ചെല്ലുവാൻ നോക്കിയ വഴിയിൽ ഇപ്പുറവും അപ്പുറവും കടുന്തൂക്കായ ഓരോ പാറയുണ്ടായിരുന്നു. ഒന്നിന് ബോസസ് എന്നും മറ്റേതിന് സേനെ എന്നും പേർ. ഒന്ന് വടക്കുവശം മിഗ്മാസിന് മുഖമായും മറ്റേത് തെക്കുവശം ഗിബയ്ക്ക് മുഖമായും തൂക്കെ നിന്നിരുന്നു. യോനാഥാൻ തൻ്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നമുക്ക് ഈ അഗ്രചർമ്മികളുടെ പട്ടാളത്തിന് നേരെ ചെല്ലാം. പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. ആയുധവാഹകൻ അവനോട്, നിന്റെ മനസ്സുപോലൊക്കെയും ചെയ്യുക, നടന്നുകൊള്ളുക, നിന്റെ ഇഷ്ടം പോലെ ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അതിന് യോനാഥാൻ പറഞ്ഞത്, നാം അവരുടെ നേരെ ചെന്ന് അവർക്ക് നമ്മെ തന്നെ കാണിക്കാം. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവോളം നിൽപ്പീൻ എന്നവർ പറഞ്ഞാൽ നാം അവരുടെ അടുക്കൽ കയറിപ്പോതെ നിന്നടുത്ത് തന്നെ നിൽക്കണം. ഇങ്ങോട്ട് കയറി വരുവീൻ എന്ന് പറഞ്ഞാലോ നമുക്ക് കയറി ചെല്ലാം. യഹോവ അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിന് ഇത് നമുക്ക് അടയാളമായിരിക്കും. ഇങ്ങനെ അവർ ഇരുവരും ഫെലിസ്ത്യരുടെ പട്ടാളത്തിന് തങ്ങളെ തന്നെ കാണിച്ചപ്പോൾ, ഇതാ എബ്രായർ ഒളിച്ചിരുന്ന പൊത്തുകളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു എന്ന് ഫെലിസ്ത്യർ പറഞ്ഞു. പട്ടാളക്കാർ യോനാഥാനോടും അവൻ്റെ ആയുധവാഹകനോടും, ഇങ്ങോട്ട് കയറി വരുവീൻ, ഞങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ യോനാഥാൻ തൻ്റെ ആയുധവാഹകനോട്, എൻ്റെ പിന്നാലെ കയറി വരിക, യഹോവ അവരെ ഇസ്രായേലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യോനാഥാനും അവൻ്റെ പിന്നാലെ ആയുധവാഹകനും തത്തിപ്പിടിച്ചു കയറി. അവർ യോനാഥാൻ്റെ മുമ്പിൽ വീണു. ആയുധവാഹകൻ അവൻ്റെ പിന്നാലെ കൊന്നും കൊണ്ട് നടന്നു. യോനാഥാനും ആയുധവാഹകനും ചെയ്ത ഈ ആദ്യ സംഹാരത്തിൽ ഒരു കാണി നിലത്തിൻ്റെ പാതി നീളത്തിനകം 20 പേർ വീണു. പാളയത്തിലും പോർക്കളത്തിലും സർവ്വജനത്തിലും നടുക്കമുണ്ടായി. പട്ടാളവും കവർച്ചക്കാരും കൂടെ വിറച്ചു. ഭൂമി കുലുങ്ങി വലിയൊരു നടുക്കമുണ്ടായി. അപ്പോൾ ബെന്യാമീനിലെ ഗിബയിൽ നിന്ന് ശൗലിൻ്റെ കാവൽക്കാർ നോക്കി പുരുഷാരം ചിന്നി അങ്ങുമിങ്ങും ഓടുന്നത് കണ്ടു. ശൗൽ കൂടെയുള്ള ജനത്തോട്, എണ്ണി നോക്കി നമ്മിൽ നിന്ന് പോയവർ ആരെന്നറിവീൻ എന്ന് കൽപ്പിച്ചു. അവർ എണ്ണി നോക്കിയപ്പോൾ യോനാഥാനും അവൻ്റെ ആയുധവാഹകനും ഇല്ലായിരുന്നു. ശൗൽ അഹിയാവിനോട്, ദൈവത്തിൻ്റെ പെട്ടകം ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പെട്ടകം ആ കാലത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഉണ്ടായിരുന്നു. ശൗൽ പുരോഹിതനോട് സംസാരിച്ചു കൊണ്ട് ഇരിക്കുമ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിലെ കലാപം മേൽക്കുമേൽ വർദ്ധിച്ചു വന്നു. അപ്പോൾ ശൗൽ പുരോഹിതനോട്, നിന്റെ കൈ വലിക്ക എന്ന് പറഞ്ഞു. ശൗലും കൂടെയുള്ള ജനമൊക്കെ ഒന്നിച്ചുകൂടി പടക്കി ചെന്നു. അവിടെ അവർ അന്യോന്യം വെട്ടി വലിയ കലക്കമായിരിക്കുന്നത് കണ്ടു. മുമ്പേ ഫെലിസ്ത്യരോട് ചേർന്ന് ചുറ്റുമുള്ള ദേശത്തു നിന്ന് അവരോടുകൂടെ പാളയത്തിൽ വന്നിരുന്ന എബ്രായരും ശൗലിനോടും യോനാഥാനോടും കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേലിയരുടെ പക്ഷം തിരിഞ്ഞു. അങ്ങനെ തന്നെ എഫ്രൈം മലനാട്ടിൽ ഒളിച്ചിരുന്ന ഇസ്രായേലിയരൊക്കെയും ഫെലിസ്ത്യർ തോറ്റോടി എന്ന് കേട്ടയുടനെ അവരും പടയിൽ ചേർന്നവരെ പിന്തുടർന്നു. അങ്ങനെ യഹോവ അന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു. പട ബേത്താവേൻ വരെ പരന്നു. സന്ധ്യയ്ക്ക് മുമ്പ് ഞാൻ എൻ്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളവും ആഹാരം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ശൗൽ പറഞ്ഞ് ജനത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നതിനാൽ ഇസ്രായേലിയർ അന്ന് വിഷമത്തിലായി. ജനത്തിൽ ഒരുത്തന് ആഹാരം ആസ്വദിച്ചതുമില്ല. ജനമൊക്കെയും ഒരു കാട്ടുപ്രദേശത്തെത്തി. അവിടെ നിലത്ത് തേനുണ്ടായിരുന്നു. ജനം കാട്ടിൽ കടന്നപ്പോൾ തേൻ ഇറ്റിറ്റു വീഴുന്നത് കണ്ടു. എങ്കിലും സത്യത്തെ ഭയപ്പെട്ട ആരും തൻ്റെ കൈ വായിലേക്ക് കൊണ്ടുപോയില്ല. യോനാഥാനോ തൻ്റെ അപ്പൻ ജനത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചത് കേൾക്കാതിരുന്നതിനാൽ വടിയുടെ അറ്റം നീട്ടി ഒരു തേൻ കട്ടയിൽ കുത്തി അതെടുത്ത് തൻ്റെ കൈ വായിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണ് തെളിഞ്ഞു. അപ്പോൾ ജനത്തിൽ ഒരുത്തൻ, ഇന്ന് യാതൊരു ആഹാരമെങ്കിലും കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ്, നിന്റെ അപ്പൻ ജനത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്, ജനം ക്ഷീണിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യോനാഥാൻ, എൻ്റെ അപ്പൻ ദേശത്തെ കഷ്ടത്തിലാക്കി ഞാൻ ഈ തേനൊരൽപ്പം ആസ്വദിക്ക കൊണ്ട് എൻ്റെ കണ്ണു തെളിഞ്ഞത് കണ്ടില്ലയോ? ജനത്തിന് കണ്ടുകിട്ടിയ ശത്രുക്കളുടെ കൊള്ളയിൽ നിന്ന് അവർ എടുത്ത് ഇന്ന് വേണ്ട പോലെ ഭക്ഷിച്ചിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാലിപ്പോൾ ഫെലിസ്ത്യരുടെ അപജയം അത്ര വലുതായില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ അന്ന് മിക്മാസ് തുടങ്ങി അയ്യാലോൻ വരെ ഫെലിസ്ത്യരെ സംഹരിച്ചു. ജനം ഏറ്റവും തളർന്നുപോയി. ആകയാൽ ജനം കൊള്ളയ്ക്ക് ഓടിച്ച് നാടുകളെയും കാളകളെയും കിടാക്കളെയും പിടിച്ച് നിലത്തു ചേർത്ത് രക്തത്തോടുകൂടെ തിന്നു. ജനം രക്തത്തോടെ തിന്നുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുന്നെന്ന് ശൗലിന് അറിവിട്ടപ്പോൾ അവൻ, നിങ്ങളിന്ന് ദ്രോഹം ചെയ്യുന്നു, ഒരു വലിയ കല്ലെൻ്റെ അടുക്കൽ ഉരുട്ടിക്കൊണ്ട് വരുവീൻ എന്ന് പറഞ്ഞു. പിന്നെ ശൗൽ, നിങ്ങൾ ജനത്തിനിടയിൽ എല്ലായിടവും ചെന്ന്
അവരോട് ഓരോരുത്തൻ താൻ തൻ്റെ കാളയും ആടിനെയും എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അറുത്ത് തിന്നുകൊള്ളുവീൻ. രക്തത്തോടെ തിന്നുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യരുതെന്ന് പറവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ജനമെല്ലാം കാളകളെ അന്ന് രാത്രി കൊണ്ടുവന്ന് അവിടെ വെച്ച് അറുത്തു. ശൗൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അത് അവൻ യഹോവയ്ക്ക് ആദ്യം പണിത യാഗപീഠമായിരുന്നു. അനന്തരം ശൗൽ, നാം രാത്രിയിൽ തന്നെ ഫെലിസ്ത്യരെ പിന്തുടർന്ന് പുലരുവോളം അവരെ കൊള്ളയിടുക, അവരിൽ ഒരുത്തനെ ശേഷിപ്പിക്കരുതെന്ന് കൽപ്പിച്ചു. നിനക്ക് ബോധിച്ചതുപോലെയൊക്കെയും ചെയ്തു കൊള്ളുക എന്നവർ പറഞ്ഞപ്പോൾ, നാം ഇവിടെ ദൈവത്തോട് അടുത്ത് ചെല്ലുക എന്ന് പുരോഹിതൻ പറഞ്ഞു. അങ്ങനെ ശൗൽ ദൈവത്തോട്, ഞാൻ ഫെലിസ്ത്യരെ പിന്തുടരണമോ? നീ അവരെ ഇസ്രായേലിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമോ എന്ന് അരുളപ്പാട് ചോദിച്ചു. എന്നാലും അവന് അരുളപ്പാട് ലഭിച്ചില്ല. അപ്പോൾ ശൗൽ, ജനത്തിൻ്റെ പ്രധാനികളൊക്കെയും ഇവിടെ അടുത്തു വരട്ടെ, ഇന്നു പാപം സംബന്ധിച്ചത് ഏതു കാര്യത്തിലെന്ന് അന്വേഷിച്ചറിവീൻ. ഇസ്രായേലിനെ രക്ഷിക്കുന്ന യഹോവയാണ്. അതെൻ്റെ മകൻ യോനാദാനിൽ തന്നെ ആയിരുന്നാൽ അവൻ മരിക്കണം നിശ്ചയമെന്ന് പറഞ്ഞു. എന്നാൽ അവനോട് ഉത്തരം പറവാൻ സർവ്വജനത്തിനും ഒരുത്തനും തുനിഞ്ഞില്ല. അവൻ എല്ലാ ഇസ്രായേലിനോടും, നിങ്ങളൊരു ഭാഗത്തു നിൽപ്പീൻ, ഞാനും എൻ്റെ മകനായ യോനാദാനും മറുഭാഗത്തു നിൽക്കാം എന്നു പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് ജനം ശൗലിനോട് പറഞ്ഞു. അങ്ങനെ ശൗൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നേർ വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ശൗലിന് യോനാദാനും ചീട്ടുവീണു, ജനം ഒഴിഞ്ഞുപോയി. പിന്നെ ശൗൽ, എനിക്കും എൻ്റെ മകനായ യോനാദാനും ചീട്ടിടുവീനെന്ന് പറഞ്ഞു. ചീട്ട് യോനാദാന് വീണു. ശൗൽ യോനാദാനോട്, നീ എന്തു ചെയ്ത് എന്നോട് പറക എന്ന് പറഞ്ഞു. യോനാദാൻ അവനോട്, ഞാൻ എൻ്റെ വടിയുടെ അറ്റം കൊണ്ട് ഒരല്പം തേൻ ആസ്വദിച്ചതേയുള്ളൂ, അതുകൊണ്ട് ഇതാ ഞാൻ മരിക്കേണ്ടി വന്നിരിക്കുന്നെന്ന് പറഞ്ഞു. അതിന് ശൗൽ, ദൈവം എന്നോട് തക്കവണ്ണം അധികവും ചെയ്യട്ടെ, യോനാദാനെ നീ മരിക്കണമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ജനം ശൗലിനോട്, ഇസ്രായേലിൽ മഹാരക്ഷ പ്രവർത്തിച്ചിരിക്കുന്ന യോനാദാൻ മരിക്കണമോ? ഒരിക്കലും അരുത്. യഹോവയാണ്, അവൻ്റെ തലയിൽ ഒരു രോമോ നിലത്ത് വീഴുകയില്ല. അവനിന്ന് ദൈവത്തോടു കൂടെയല്ലോ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ജനം യോനാദാനെ വീണ്ടെടുത്തു, അവൻ മരിക്കേണ്ടി വന്നതുമില്ല. ശൗൽ ഫെലിസ്ത്യരെ പിന്തുടരാതെ മടങ്ങിപ്പോയി. ഫെലിസ്ത്യരും തങ്ങളുടെ സ്ഥലത്തേക്ക് പോയി. ശൗൽ ഇസ്രായേലിൽ രാജ്യത്വമേറ്റ ശേഷം മോബാബിയർ, അമ്മോന്യർ, ഏദോമ്യർ, സോബാ രാജാക്കന്മാർ, ഫെലിസ്ത്യർ എന്നിങ്ങനെ ചുറ്റുമുള്ള സകല ജാതികളോടും യുദ്ധം ചെയ്തു. അവൻ ചെന്നിടത്തൊക്കെയും ജയം പ്രാപിച്ചു. അവൻ ശൗര്യം പ്രവർത്തിച്ചു, അമാലേക്കരെ ജയിച്ചു, ഇസ്രായേലിനെ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു. എന്നാൽ ശൗലിൻ്റെ പുത്രന്മാർ യോനാദാൻ, ഇഷ്വി, മൽക്കിഷുവ എന്നിവരായിരുന്നു. അവൻ്റെ 2 പുത്രിമാർക്കോ മൂത്തവൾക്ക് മേരബെന്നും ഇളയവൾക്ക് മീകാളെന്നും പേരായിരുന്നു. ശൗലിൻ്റെ ഭാര്യയ്ക്ക് അഹീനോവാം എന്നു പേരായിരുന്നു. അവൾ അഹീമാസിൻ്റെ മകൾ. അവൻ്റെ സേനാപതിക്ക് അബ്നേർ എന്നു പേർ. അവൻ ശൗലിൻ്റെ ഇളയപ്പനായ നേരിൻ്റെ മകനായിരുന്നു. ശൗലിൻ്റെ അപ്പനായ കീശും അബ്നേരിൻ്റെ അപ്പനായ നേരും അബിയലിൻ്റെ മക്കളായിരുന്നു. ശൗലിൻ്റെ കാലത്തൊക്കെയും ഫെലിസ്ത്യരോട് കഠിന യുദ്ധം ഉണ്ടായിരുന്നു. എന്നാൽ ശൗൽ യാതൊരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും.